ഗ്രീഷ്മ വിഷം കൊടുത്തു കൊന്ന ഷാരൂഖിനെ അത് കലക്കി കൊല്ലേണ്ടി വരുമെന്ന് മീര കളിയാക്കി പറഞ്ഞു. ഇവിടെ അതിജീവിതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് അതിനെതിരെ കേസെടുത്തില്ല. അതുകൊണ്ട് ഇവിടെ പുരുഷന്മാർക്ക് യാതൊരു വിലയുമില്ല. രാഹുൽ ഈശ്വർ കാര്യം പറഞ്ഞാൽ കറക്റ്റ് തന്നെ കാര്യമാണ്. കാര്യം തന്നെ ഞാൻ ആരുടെയും പക്ഷമല്ല, സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ പക്ഷമല്ല, രണ്ടുപേർക്കും തുല്യ നീതി കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം ഒരു അതിജീവിതം എന്ന് പറയാൻ പറ്റില്ല. ഷാരോൺ അങ്ങനെ മരണപ്പെട്ടു പോയി. വളരെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തകളിലൊന്ന് തന്നെയായിരുന്നു അത്. വളരെ കേരളം നടുക്കിയൊരു സംഭവമൊക്കെയായിരുന്നു. അതേ അങ്ങനെയുള്ള വിഷം കലക്കി കൊല്ലേണ്ടി വരുന്ന ഒരു മരണപ്പെട്ടു പോയ ഒരാളെയാണ്. അയാൾ വേറെ ഒന്നും ഒരു കുറ്റകൃത്യമോ വേറെ അറ്റംപ്റ്റുകളോ ഒന്നും നടത്തിയ ഒരു വ്യക്തിയേ അല്ല. എന്നിട്ടും പോലും അയാളെ വിഷം മരിച്ചു പോയൊരു വ്യക്തിയാണ്. ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ പെണ്ണ് സ്നേഹിച്ചു പോയി, വിശ്വസിച്ചു പോയി. അന്നേരം അങ്ങനെ ഒരു രീതി അത് വളരെ നരകിച്ച് തന്നെയാണ് അദ്ദേഹം മരിച്ചുപോയിട്ട്. ആന്തരികങ്ങളൊക്കെ ഒന്നും ശ്വസിക്കാൻ പോലും പറ്റില്ല, വെള്ളം പോലും ഇറക്കാതെ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ കലക്കി കൊടുക്കേണ്ടി വരുമെന്ന് കളിയാക്കി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും കേസെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതിജീവിതയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോൾ രാഹുലിനെ വീടടക്കം വന്ന് പൊക്കിക്കൊണ്ട് പോയ കേസും നിലവിലുണ്ട്. ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽക്കാളും എല്ലാവർക്കും തുല്യ നീതി തന്നെയാണ്. അത് തീർച്ചയായിട്ടും പെൺകുട്ടി മരിച്ചു പോയൊരു വ്യക്തി, അപ്പോൾ അദ്ദേഹം ഇരയായി മരണപ്പെട്ടു പോയ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ് മീരയ്ക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? അതുപോലെ തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേസെടുക്കേണ്ട കാര്യം തന്നെയാണ്. എല്ലാവർക്കും തുല്യ നീതി കിട്ടണം.